Good morning, everybody. Praise Lord. You are listening to Bread of Life, ജീവാഹാരം, വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആത്മാവിന് ജീവൻ തരുന്നതാണ്. ശരീരത്തിന് എങ്ങനെ ഭക്ഷണം ജീവൻ തരുന്നോ, ലൈഫ് തരുന്നോ, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ജീവൻ വേണം. ആത്മാവ് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം, തിന്നുകൊണ്ടിരിക്കണം. ആക്ച്വലി we have to eat and meditate and read and listen and confess it. അങ്ങനെ ചെയ്താലാണ് നമുക്ക് വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതെന്ന് എനിക്ക് പ്രാവർത്തികമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ജീവാഹാരം നിങ്ങളുടെ വീട്ടിൽക്കിടെ വരുന്നത്. അനേകർക്ക് അത് ഫോർവേഡ് ചെയ്യുക. പിന്നെ ഞാൻ 3 കാര്യം പറഞ്ഞു. കിങ്ഡം ഓഫ് ഗോഡ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യേശു എവിടെ പോയാലും കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ പറ്റിയാണ് പഠിപ്പിച്ചത്. സോ അതിനെപ്പറ്റി ഫാദർ യുവർ കിങ്ഡം കം എന്ന് പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ പോലും ശിഷ്യന്മാർ ചോദിച്ചു, യേശു ഞങ്ങളെ പഠിപ്പിക്കുക, എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 6:9 തുടങ്ങി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതാണ് ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യം വരണമേ. യു ഹാവ് ടു പ്രേ ഫോർ ദ കിങ്ഡം. പിന്നെ സീക്ക് ആഫ്റ്റർ ദ കിങ്ഡം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ രാജ്യം നമ്മൾ അന്വേഷിക്കണം. 3ാമത് വി ഹാവ് ടു വർക്ക് ഫോർ ദ കിങ്ഡം. ഹാർവെസ്റ്റ് ഈസ് പ്ലെൻറ്റി, ലേബറേഴ്സ് ആർ ഫ്യൂ, സോ വി ഹാവ് ടു വർക്ക് ഫോർ ദ കിങ്ഡം. നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ചെയ്യാവുന്ന എല്ലാം ചെയ്യണം കർത്താവിന് വേണ്ടി. അത്രയും നമ്മൾ പഠിച്ചു. ഇനി 3 കാര്യം കൂടെ ഞാൻ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി പഠിപ്പിക്കുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് കിങ്ഡം ഞാൻ പറയുകയാണ് നിങ്ങളോട്. സ്പിരിച്വൽ കിങ്ഡം, മില്ലേനിയം കിങ്ഡം, ഇറ്റേണൽ കിങ്ഡം. ഇതാണ് ബൈബിൾ മുഴുവന് പറയുന്ന 3 രാജ്യത്തെ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്പിരിച്വൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. യെറ്റ് those who are received Jesus, those who are living for Jesus will have your names written in the book of life. Then you belong to the kingdom of God. You belong to heaven. Your spirit is in heaven. Physically you are here, but always our focus should be how to reach that kingdom of God. അവിടെ എങ്ങനെ നമ്മൾ എത്തണം, എങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, എന്താണ് ഞാൻ ദൈവം ചെയ്യാൻ പറയുന്നത്, ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഷുഡ് ചേഞ്ച്. സോ സ്പിരിച്വൽ കിങ്ഡം മീൻസ് Philippians chapter 3:20 says, our citizenship is in heaven, from where we are waiting for a Savior who will come and transform our body into his glorious body എന്ന്. അതായത് നമ്മൾ ഇവിടെ ജീവിക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ വയറിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. അതെല്ലാം ദൈവം നടത്തി തന്നോളും. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം ദൈവം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, നിങ്ങളുടെ വീടിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എല്ലാം ദൈവം ഒരുക്കി തരും. പക്ഷേ നമ്മൾ 1ാമത്തെ സ്ഥാനം ദൈവത്തിനും ദൈവരാജ്യത്തിനും കൊടുക്കണം. ആ സിറ്റിസൺഷിപ്പ് ഈസ് ആക്ച്വലി ഫിസിക്കലി വി ബിലോങ് ടു ഇന്ത്യ, റൈറ്റ്? ഇന്ത്യൻ, ദോസ് ഹു ആർ ഇൻ ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. പക്ഷേ ബൈബിൾ സേസ് യുവർ ഒറിജിനൽ സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ അവർ ഡെത്ത്, ആ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സേവ്യർ, നമ്മുടെ രക്ഷകൻ വരുമെന്നാണ് പറഞ്ഞ് നമ്മുടെ ഈ ശരീരം, ഈ മർത്യമായ ശരീരം രൂപാന്തരപ്പെടുത്തും. ഇറ്റ് വിൽ ചേഞ്ച്. യു വിൽ ഗെറ്റ് ആൻ ഇമ്മോർട്ടൽ ബോഡി. മോർട്ടൽ വിൽ ബിക്കം ഇമ്മോർട്ടൽ. കറപ്റ്റബിൾ വിൽ ബിക്കം ഇൻകറപ്റ്റബിൾ. പിന്നെ ഒരിക്കലും നാശമില്ലാത്ത, പിന്നെ ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത ഹി വിൽ ട്രാൻസ്ഫോം ആ ബോഡി. ഈ വീക്ക് ബോഡിയാണ്. നമ്മുടെ ശരീരം എത്ര ബലഹീനമാണ്. നമ്മുടെ ശരീരം സിക്ലിയാണ്. എപ്പോഴും സിക്നെസ് വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഡിസീസ് ഇല്ലാത്ത, ഏതെങ്കിലും വേദനയില്ലാത്തവരാരും ഇല്ലല്ലോ, ആരും ഇല്ല. ഒരു പിള്ളേർക്ക് പോലും ഉണ്ട്. പിള്ളേർ തുടങ്ങി 60 വയസ്സ് കഴിയുമ്പോൾ ഇനിയും കൂടുതലാണ്. അങ്ങനെ രോഗം വന്നുകൊണ്ടിരിക്കും. സോ വീക്ക്ലിയാണ്, ലേസി ബോഡിയാണ്. നമ്മൾ ഫ്ലഷ് എന്ത് പറയുന്നോ, സാത്താൻ എന്ത് പറയുന്നോ, അതാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ മാറ്റും എന്നാണ് പറഞ്ഞത്. അതൊക്കെ മാറ്റും. യേശു വന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് പറത്തിക്കൊണ്ട് പോകും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സോ ഐ എം ടോക്കിംഗ് അബൌട്ട്
the spiritual kingdom. So you belong to the spiritual kingdom. You don't belong to this world. നീ ഈ ലോകത്തിൻ്റെ അല്ല. യേശു ഉള്ളിലുണ്ടെങ്കിൽ, യേശു ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ, വിശുദ്ധിയോടെ ഭയഭക്തിയോടെ ജീവിച്ചാൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം എന്നാണ് പൗലോസ്ലീഹ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മുടെ സ്വഭാവം മാറണം. നമ്മുടെ എവറിത്തിങ് ഷുഡ് ബി ചേഞ്ച്ഡ്. ആ ക്യാരക്ടർ, ആ നേച്ചർ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ വിഷൻസ്, നമ്മുടെ എല്ലാ ചിന്തകളും മാറണം എന്നാണ് പറയുന്നത്. വി ഷുഡ് ഓൺലി പോസിറ്റീവ് തിങ്കിങ്. വാട്ട് ദ വേർഡ് സേസ്, നോട്ട് വാട്ട് ദ വേൾഡ് സേസ്. ദൈവവചനം പറയുന്നത് തന്നെ നമ്മൾ വിശ്വസിക്കുകയും അത് തന്നെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും അതുപോലെ നമ്മൾ പറയുകയും, യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് ത്രൂ യുവർ മൗത്ത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ വി ബിലോങ് ടു ദ സ്പിരിച്വൽ കിങ്ഡം. സ്പിരിച്വൽ കിങ്ഡം മീൻസ് യു ഷുഡ് നോട്ട് ലിസൺ ടു ദ ഡെവിൾ, യു ഷുഡ് നോട്ട് ലിസൺ ടു ദ ഫ്ലെഷ്, യു ഹാവ് ടു ബി ഫോളോയിങ് ദ ഹോളി സ്പിരിറ്റ്സ് വോയിസ്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും, പരിശുദ്ധാത്മാവ് നയിക്കും, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. നിങ്ങൾ പറയണം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഐ നീഡ് യു, യു ലീഡ് മീ, യു ഗൈഡ് മീ, യു ടീച്ച് മീ. ഞാൻ തന്നെ ഒന്നും ചെയ്യത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് ഐ ക്യാൻ ഡു എവറിഥിങ് എന്ന് പറയാം. സോ ബൈബിൾ വചനമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞ് അതാണ് ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ കിങ്ഡം. അപ്പോൾ സ്പിരിച്വൽ കിങ്ഡം എന്താണ്? 3 കാര്യം നമ്മൾ ചെയ്യണം. യു ഹാവ് ടു റിപ്പൻറ്റ്, യു ഹാവ് ടു ബാപ്റ്റൈസ് ആൻഡ് യു ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഈ 3 കാര്യം, റിപ്പൻറ്റ്, ബാപ്റ്റൈസ് ഇൻ ദ വാട്ടർ, ബാപ്റ്റൈസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. സോ ഞാനത് കണക്ട് ചെയ്യുന്നത് പാസ്പോർട്ട്, വിസ ആൻഡ് ടിക്കറ്റ്, ഇതിനോടാണ് ഞാൻ താരതമ്യപ്പെടുത്തുന്നത്. ബൈബിൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ റെവലേഷനാണ്. ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോഴാണ് ഒരു ബുക്ക് എഴുതിയത്, അതായത് എവരിഡേ പ്രോമിസസ്. മന്ത് ഓഫ് നവംബർ I wrote about the new flight and new ticket and new visa, new pilot, new aeroplane. എല്ലാം അവിടെ എയറോപ്ലെയിൻ സംബന്ധിച്ചത് ആ ക്ലൗഡും അതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് എഴുതിയതാണ്. എയറോപ്ലെയിനിൽ നിന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ എനിക്ക് പറഞ്ഞു തരും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് പറഞ്ഞു തരും വചനം. അതായത് ഞാൻ എഴുതും, ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നവംബർ ആൻഡ് ഡിസംബർ ഐ റോട്ട് അബൌട്ട് ഹെവൻ ഓൺലി. അപ്പം മധ്യാകാശത്തിൽ നമ്മൾ ഫ്ലൈ ചെയ്യൂല, മധ്യാകാശത്തിൽ എന്തൊക്കെ നടക്കും അത്. പിന്നെ ഡിസംബറിൽ മുഴുവൻ സ്വർഗത്തിൽ നടക്കുന്നത്, അതായത് വിൽ ബി ന്യൂ ജെറുസലം, വിൽ ബി ഡാൻസിങ്. അവിടെ ന്യൂ ഡാൻസ്, ന്യൂ മ്യൂസിക്, ന്യൂ സിറ്റി ആൻഡ് എല്ലാം ന്യൂ ലൈഫ്, അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിസംബർ സൂപ്പർ ബുക്കാണ്. ദാറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് ബുക്കാണ്. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാകരുത്. എവരിഡേ പ്രോമിസ് ഐ റോട്ട് മൈ സെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഇംഗ്ലീഷ്. മറ്റുള്ളവരെ ട്രാൻസ്ലേറ്റ് ചെയ്തു. വേറെ എല്ലാ ഭാഷയിലും ഉണ്ട്. മലയാളത്തിലുണ്ട്, തെലുങ്കിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ കന്നഡയുണ്ട്, തമിഴുണ്ട്, നേപ്പാളി ഭാഷയുണ്ട്. അങ്ങനെ എല്ലാ ഭാഷയിലും അത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലായിടത്തും എത്തണം. അങ്ങനെയുള്ള ലൈഫ് ലോങ് ബുക്കാണ്. എല്ലാ കൊല്ലവും ഞാൻ മാറ്റുകയില്ല. ഡേറ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇയർ എഴുതിയിട്ടില്ല. എല്ലാ വർഷവും യേശു വരുന്നവരെയും അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ ബൈബിൾ കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയിൽ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ബുക്കാണ്. അത് ഇല്ലെങ്കിൽ ചോദിച്ച് മേടിക്കുക. ഈ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ആമേൻ. അല്ലെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ കുഴപ്പമില്ല. യൂട്യൂബിൽ ട്രീസ പോൾ അടിക്കുക. ടി വി മെസ്സേജസ് ഉണ്ട്, റേഡിയോ ഓൺലൈൻ ആപ്പുണ്ട്, അതിൻ്റെ അകത്ത് മെസ്സേജ് ഉണ്ട്, എൻ്റെ ബുക്സ് ഉണ്ട്. ഞാൻ ചെയ്യാവുന്ന എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് working for the kingdom. So we are in the spiritual kingdom. I'll continue the message tomorrow. So എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഈ മെസ്സേജ്, ഈ പറയുന്ന മെസ്സേജ് അനേകരിലെത്തട്ടെ കർത്താവേ. അവരുടെ ജീവിതം മാറ്റണമേ. സ്വർഗത്തെക്കുറിച്ചാണല്ലോ ഇനി കർത്താവേ, ദ കമ്മിങ് കിങ്ഡത്തെക്കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. കർത്താവേ അത് സഹായിക്കണം, അതെല്ലാവരിലും എത്തണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.